അമേരിക്കയിൽ നിന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും വൻ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താതെ ഇന്ത്യ. നവംബറിൽ ഇറക്കുമതി 4% വർദ്ധിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഡിസംബറിലും ഇറക്കുമതിയിൽ വൻ വർധനവുണ്ടെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നവംബറിലും ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങിയത് ചൈനയാണ്. ഏകദേശം 260 കോടി യൂറോ മതിക്കുന്ന എണ്ണ കഴിഞ്ഞ മാസം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. 250 കോടിയുടേതായിരുന്നു ഒക്ടോബറിലെ കണക്ക്. റഷ്യയുടെ മൊത്തം എണ്ണ കയറ്റുമതിയിൽ കഴിഞ്ഞ മാസം 47% പോയത് ചൈനയിലേക്ക് തന്നെയായിരുന്നു. 38% ഇന്ത്യയിലെത്തി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ കണക്കാണിത്. തുർക്കിയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും 6% വീതം ഒഴുകിയിട്ടുണ്ട്. ലുക്കോയിൽ, റോസ്നെഫ്റ്റ് എന്നീ 2 വമ്പൻ റഷ്യൻ എണ്ണ കമ്പനികൾക്ക് പ്രസിഡന്റ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ ഇന്ത്യൻ കമ്പനികൾ റഷ്യയുമായി പുതിയ ഇറക്കുമതി കരാറിൽ ഏർപ്പെടുന്നത് നിർത്തിയും വെച്ചിരുന്നു. റോസ്നെഫ്റ്റിന് 49% ഓഹരി പങ്കാളിത്തമുള്ള നയാര എനർജിയാണ് തുടർന്നും ഇറക്കുമതി സജീവമായി നടത്തിയത്. ഇന്ത്യയെ ഒപ്പം നിർത്താനായി റഷ്യ കഴിഞ്ഞ മാസം ഡിസ്കൗണ്ട് 4% കൂട്ടി ബാരലിന് $6.66 ആക്കിയിരുന്നു. $4.92 ആയിരുന്നു ഒക്ടോബറിൽ. സെപ്റ്റംബറിൽ $5.13 ലഭിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് യൂറൽസിനം എണ്ണയാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിന് ശരാശരി വില ബാരലിന് $55 ആണ്. യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ച പരമാവധി വില പരിധിയായ $47.6 കൂടുതലാണിത്. നവംബറിൽ പ്രതിദിനം 1.83 മില്യൺ ബാരൽ റഷ്യൻ എണ്ണയാണ് ഇന്ത്യയിലെത്തിയത്. ഡിസംബറിൽ ഇത് 1.85 മില്യൺ വീതമാണെന്ന് ക്ലെപ്പറിന്റെ കണക്കുകളും സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ജൂണിൽ വാങ്ങിയ പ്രതിദിനം 2.10 മില്യനാണ് ഇതിനു മുൻപത്തെ ഏറ്റവും ഉയർന്ന കണക്ക്. ഈ മാസം ഇത് മറികടക്കുമെന്നാണ് കരുതുന്നത്. നയാര എനർജിയാണ് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇപ്പോൾ ഗൾഫ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയാണ് പ്രധാനമായും വാങ്ങുന്നത്. അതേസമയം മധ്യേഷ്യ വീണ്ടും യുദ്ധകലുഷിതമാകുന്നത് എണ്ണവില കൂട്ടാനിടയാക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സിറിയയിൽ IS ആക്രമണത്തിൽ 2 US സൈനികരും 1 US പൗരനും കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഗൾഫ് ഓഫ് ഒമാനിൽ ഇറാനും കരീബിയൻ കടലിൽ USഉം ചില എണ്ണ കപ്പലുകൾ പിടിച്ചെടുക്കുകയും റഷ്യയുടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തുകയും ചെയ്തിട്ടും രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില അപ്രതീക്ഷിതമായി താഴുന്നില്ല എന്നുള്ളതും ഒരു റിപ്പോർട്ടാണ്. WTI വില ബാരലിന് $0.28 താഴ്ന്ന് $57.44 ബ്രന്റ് വില $0.26 കുറഞ്ഞ് $61.12 അതേസമയം ഇന്ത്യക്കും ചൈനയ്ക്കും മറ്റും വൻതോതിൽ ഡിസ്കൗണ്ട് നൽകേണ്ടി വരുന്നതും ഉപരോധങ്ങളും യുക്രൈൻ ആക്രമണവും റഷ്യയുടെ എണ്ണ വരുമാനത്തെ തകർക്കുകയാണെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഡിസംബറിലെ വരുമാനം 50% ഇടിയുമെന്നാണ് വിലയിരുത്തലുകൾ. 5.1 ബില്യന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വരുമാനമായിരിക്കും ഇത്. നവംബറിലെ വരുമാനം 35% ഇടിഞ്ഞിരുന്നു. യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് കരിങ്കടൽ വഴിയുള്ള കയറ്റുമതിക്ക് തടസ്സം നേരിടുന്നതും റഷ്യയ്ക്കൊരു തിരിച്ചടി തന്നെയാണ്. അതേസമയം റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം $10,000 കോടി, അതായത് ഏകദേശം 8.4 ലക്ഷം കോടി രൂപ എത്തിക്കുകയാണ് ഈ സുപ്രധാന നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റഷ്യൻ വിപണിയിൽ വലിയ സാധ്യതകളുള്ള 300ഓളം ഉൽപ്പന്നങ്ങളുടെ പട്ടികയാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവ റഷ്യയിലേക്ക് കൂടുതലായി എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതും. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, കാർഷിക വിഭവങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയാണ് കയറ്റുമതിക്കായി തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.